ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്മൂർന്നയിലെ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഇതാരാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഇവിടെ പറയുന്നു, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. യേശു കർത്താവ് ഇവിടെ പറയാണ്, മരിച്ചവനായിരുന്ന വീണ്ടും ജീവിച്ച ആദ്യനും അന്ത്യനുമായവൻ ഇവിടെ അരുളി ചെയ്തിരിക്കുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമി യാത്രയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക്, ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ഉപദ്രവമുണ്ടാകും, പരീക്ഷയുണ്ടാകും, പരിശോധനകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും. എന്നാൽ ദൈവം ഇവിടെ പറയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ? യേശു കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്. നമ്മുടെ സകല അവസ്ഥകളും അവൻ അറിയുന്നവനാണ്. നാം കടന്നു പോകുവാൻ പോകുന്ന അവസ്ഥകൾ, നാം കടന്നുപോയിരിക്കുന്ന അവസ്ഥകൾ, നാം ആയിരിക്കുന്ന ഇപ്പോളായിരിക്കുന്ന അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. നീ ഇച്ചിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുകയാണ്. നീ ഇച്ചിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ പോകുകയാണ്. നിന്നെ ചിലപ്പോൾ പരീക്ഷയിലൂടെ കടത്തിവിടും. എന്നാൽ നീ പേടിക്കേണ്ട. മുൻപേ തന്നെ കർത്താവ് പറയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, നീ പേടിക്കേണ്ട, നിന്നോട് ഞാൻ കൂടെയുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നീ കടന്നു പോകുന്ന അവസ്ഥയുടെ നടുവിൽ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ജീവനുള്ളവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നവനാണ്. ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ അൽഫയാണ്, ഞാൻ ഒമേഗയാണ്, സകലതും അറിയുന്നവനാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ പരീക്ഷയുടെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും, ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും, ഈ പീഡനത്തിൻ്റെ നടുവിലും ദൈവത്തോട് പറ്റിയിരിക്കുവാൻ തയ്യാറായി തീർന്നാൽ അവൻ നമ്മെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സ്മൂർന്ന സഭയ്ക്ക് വേണ്ടി ദൂതൻ എഴുതുമ്പോൾ, ആ ദൂത് അവിടെ എഴുതുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. ഏഷ്യ മൈനറിലെ 7 സഭകൾക്കും അവിടെ ദൂത് എഴുതുമ്പോൾ ഈ സഭയ്ക്കുള്ള ദൂതിൽ പറയാണ്, നിനക്ക് കഷ്ടങ്ങളുണ്ട്, നിനക്ക് സഹിപ്പാനുള്ളതുണ്ട്, നിൻ്റെ മുൻപിൽ പീഡനങ്ങളുണ്ട്. ഈ സഭയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വളരെയധികം പീഡനത്തിൽ കൂടി കടന്നുപോയത്, ആ കടന്നുപോയ ഒരു സഭയാണ് സ്മൂർന്ന സഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സഭയെ ആമേൻ ദൈവഭക്തന്മാർ വിളിക്കുന്നത് പീഡിത സഭ എന്നാണെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അനേക രക്തസാക്ഷികളായ അനേക പേരുകൾ ഹല്ലേലൂയ ഈ സ്മൂർന്ന സഭയിലുണ്ടായിരുന്നു. അവരെ അനവധി പേർ പീഡിപ്പിച്ചു, അനവധി പേർ അവരെ കൊന്നു, അവരെ രക്തസാക്ഷികളാക്കി. എന്നാൽ ദൈവം അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഹല്ലേലൂയ. 10 ദിവസം നിനക്ക് ഉപദ്രവമുണ്ടാകും. 10 ദിവസം ഉപദ്രവമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പീഡനങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം.
പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാലേലുയ, വിശ്വാസത്തിൻ്റെ പേരിൽ പരീക്ഷയും പരിഹാസവും പീഡയും ഒക്കെ സഹിക്കുന്ന ആ സന്തോഷത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ദൈവഭക്തന്മാർക്ക് വേണ്ടി, ദൈവഭക്തമാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് ജീവകിരീടം. കർത്താവ് കൊടുക്കുന്ന കിരീടമാണ്, അത് വാടാത്ത കിരീടമാണ്. ആ കിരീടം പ്രാപിക്കണമെങ്കിൽ നാം ചില പരീക്ഷകളിലൂടെ കടന്നു പോകണം. നാം വിശ്വാസത്തിൻ്റെ പേരിൽ പരീക്ഷ അനുഭവിച്ച് ദൈവസന്നിധിയിൽ നിന്നെങ്കിൽ മാത്രമേ ആ ജീവകിരീടം നമുക്ക് കിട്ടത്തുള്ളൂ. ഹാലേലുയ. വിവിധ പരീക്ഷകൾ സഹിച്ച്, പരിശോധനകൾ സഹിച്ച് വിജയിക്കുന്നവർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള പ്രതിഫലമാണ് ജീവകിരീടം. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വെല്ലുവിളികളുണ്ട്, പീഡനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പരീക്ഷകളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവർക്ക്, ഹാലേലുയ, നിൽക്കുന്നവർക്ക്, പാറമേൽ ഉറച്ചു നിൽക്കുന്നവർക്ക്, കർത്താവിനോട് കൂടെ നിൽക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തമാണ് ഹാലേലുയ ജീവകിരീടം. അതാർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് ഈ ലോകത്തിലെ പീഡകൾ കടന്നു വരുമ്പോൾ, ഈ ലോകത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം പിന്മാറിപ്പോകരുത്. നാം ജീവപര്യന്തം, മരണപര്യന്തം വിശ്വസ്തരായി നിൽക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുന്നവരായിത്തീരണം. യാക്കോബ് എഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിച്ചെങ്കിൽ മാത്രമേ, നാം കൊള്ളാകുന്നവനായി തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം വിശ്വസിച്ചത് ഏറ്റെടുക്കണം. പീഡിപ്പിക്കപ്പെടുമ്പോൾ നാം നിരാശപ്പെട്ടു പോകരുത്. നാം ചില നിന്ദകളിലൂടെ കടന്നു പോകുമ്പോൾ, നാം ചില പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് നാം ചിന്തിക്കുവാൻ ഇടയായി തീരണം. അതിൽ നാം പരീക്ഷയിൽ നാം തോറ്റുപോയാൽ നമുക്ക് കിരീടം ലഭിക്കത്തില്ല. കിരീടം ലഭിക്കണമെങ്കിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തയായിരിക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമിയിൽ നമ്മെ പരീക്ഷിക്കേണ്ടതിന്, നമ്മെ മാറ്റിക്കളയേണ്ടതിന്, നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യത്തെ മാറ്റിക്കളയേണ്ടതിന് വേണ്ടി പിശാച് നമ്മളെ പലതിലേക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോയേക്കാം. എന്നാൽ നാം അതിലൊന്നും വീണുപോകാതെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടുവാൻ തയ്യാറായി തീർന്നാൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ മാത്രം നോക്കിയാൽ നമുക്ക് ആ ജീവകിരീടം പ്രാപിക്കുവാനിടയായി തീരും. നാം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 4-ൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ കിരീടം, വാടാത്ത കിരീടം പ്രാപിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ പ്രാപിക്കുവാൻ പോകുന്നതാണ് ആ വാടാത്ത കിരീടം. നമുക്ക് കിട്ടുവാൻ പോകുന്നതാണ് ആ വാടാത്ത കിരീടം, ആ ജീവൻ്റെ കിരീടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മരുഭൂമിയിലെ പ്രശ്നങ്ങളിൽ നാം സഹിച്ച് നിൽക്കുവാൻ ഇടയായി തീരണം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ൽ പറയുന്നു: എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവിടെ പറയാണ്, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ, നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഈ മരുഭൂമിയിലെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അവസാനത്തോളം സഹിച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ സ്മുർന്ന സഭയോട് ദൈവം പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ഒരു ടെസ്റ്റിലൂടെ നമ്മെ കടത്തിവിടുകയാണ്. പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. എന്നാൽ ഹാലലുയ, മരണപര്യന്തം
വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നമുക്ക് ജീവകിരീടം തരുന്നത് യേശുവാണ്. ഞാൻ നിനക്ക് ജീവകിരീടം തരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ജീവകിരീടം എന്ന് പറയുന്നത്. അത് നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ചില കഷ്ടതകളിലൂടെ നാം കടന്നു പോകുവാൻ ഇടയായി തീരും. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22 പറയാണ്, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. സകലരും നമ്മെ പരീക്ഷിച്ചേക്കാം, പകച്ചേക്കാം, നിന്ദിച്ചേക്കാം, ക്രൂശിച്ചേക്കാം, എന്തെല്ലാം ചെയ്തേക്കാം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമിയിൽ, ഈ ലോകത്തിൽ നമ്മെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ അനവധി പ്രതിസന്ധികളുണ്ട്, നിന്ദകളുണ്ട്, പരീക്ഷകളുണ്ട്. എന്നാൽ ഇവിടെ പറയാണ്, യേശു കർത്താവ് പറയാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിലെ ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ആ പ്രശ്നം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ നാം യുഗായുഗം യേശുവിനോടുകൂടെ വാഴേണ്ടവരാണ്. യുഗായുഗങ്ങൾ യേശുവിനോടുകൂടെ വാഴേണ്ടതാണ്. ആ ഒരു ചിന്ത നമ്മളെ ഭരിച്ചാൽ ഈ ലോകത്തിലെ യാതൊന്നും നമ്മളെ ഒന്നിലും തോൽപ്പിച്ച് കളയാൻ സാധ്യമായി തീരത്തില്ല. നമുക്ക് നിന്ദകൾ കടന്നു വന്നേക്കാം, നിരാശകൾ കടന്നു വന്നേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. എന്നാൽ നാം നോക്കേണ്ടത് യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രമാണ്. എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 13-ാം അധ്യായം പറയുന്നു, അതിൽ 5-6 വാക്യങ്ങളിൽ വായിക്കുകയാണ്. എബ്രായ ലേഖനകർത്താവ് നമ്മോടവിടെ വിളിച്ചു പറയാണ്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ ദ്രവ്യാഗ്രഹമില്ലാത്തവരായി നാം ജീവിക്കുവാനിടയായി തീരണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. അത് കാക്ഷിച്ചിട്ട് അനേകരീ ഭൂമിയിൽ അനേകരുടെ ജീവിതയാത്രയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ പറയുന്നു, നമുക്ക് വേണ്ടി ഒരു ജീവകിരീടം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ, മരണപര്യന്തം കർത്താവിന് വേണ്ടി നിന്നാൽ, ഈ ലോകത്തിലെ സകലതിനെയും ചപ്പും ചവറുമെന്നെണ്ണുവാൻ തയ്യാറായി തീർന്നാൽ, സ്മുർന്ന സഭയോട് യേശു കർത്താവ് പറയാണ്, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ തടവിലാക്കുവാൻ, ചിലരെ തടവിലാക്കുവാൻ പോകുന്നുണ്ട്. നീ സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാം. എന്നാൽ മരണപര്യന്തം നീ വിശ്വസ്തനായി നിന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് ഓടാം. ഈ ലോകത്തിൽ സകലത്തിനെയും ചപ്പും ചവറുമെന്നെണ്ണാം. കർത്താവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, ആ ജീവകിരീടത്തിന് വേണ്ടി നാം ഓടുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ വാക്കൊന്ന് പറഞ്ഞേ, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ കൂടെയുണ്ട്. മരിച്ചുയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കൂടെയുണ്ട്. ആദ്യനും അന്ത്യനുമായവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ ഒരു നാളും കൈവിടത്തിൽ, ഉപേക്ഷിക്കത്തില്ല. ഈ ലോകത്തിലെ സകലരും ഉപേക്ഷിച്ച് കളഞ്ഞാലും, സകലരും മറന്നു കളഞ്ഞാലും, സകലരും നിങ്ങളെ കളിയാക്കിയാലും, സകലരും നിങ്ങളെ നിന്ദിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ഓടാം, അവനായി ജീവിക്കാം. അതിനായിട്ട് നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്യനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ നിന്ദകളെ മാറ്റണമേ, പ്രതികൂലങ്ങളെ മാറ്റണമേ, പ്രതിസന്ധികളെ മാറ്റണമേ. കർത്താവെ, ജീവകിരീടത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അവരെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
തിരുനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.